ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ നിന്നുള്ള ഓപ്ഷൻസോട് കൂടിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. ആരുടെ പ്രതീക്ഷകളാണ് വ്യർത്ഥവും നിരർത്ഥകവും ആയത്? എ. ഭോഷൻ്റെ, ബി. അവിവേകിയുടെ, സി. ഗർഭിണിയുടെ, ഡി. വിഡ്ഢിയുടെ. ഉത്തരം ബി. അവിവേകിയുടെ. ചോദ്യം 2. സ്വപ്നങ്ങൾ ചിറകു നൽകുന്നത് ആർക്ക്? എ. വിഡ്ഢിക്ക്, ബി. ഭോഷന്, സി. വിവേകിക്ക്, ഡി. ബുദ്ധിമാന്. ഉത്തരം ബി. ഭോഷന്. ചോദ്യം 3. ആരാണ് നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാകുന്നത്? എ. ദർശനങ്ങളിൽ ആശ്രയിക്കുന്നവൻ, ബി. മിഥ്യയിൽ ആശ്രയിക്കുന്നവൻ, സി. പ്രതീക്ഷകളിൽ ആശ്രയിക്കുന്നവൻ, ഡി. സ്വപ്നങ്ങളിൽ ആശ്രയിക്കുന്നവൻ. ഉത്തരം ഡി. സ്വപ്നങ്ങളിൽ ആശ്രയിക്കുന്നവൻ. ചോദ്യം 4. ശകുനം, നിമിത്തം, സ്വപ്നം ഇവയെല്ലാം മിഥ്യയാണ്. ആരുടെ ഭാവന പോലെ? എ. ഭോഷൻ്റെ, ബി. വിഡ്ഢിയുടെ, സി. ഗർഭിണിയുടെ, ഡി. അവിവേകിയുടെ. ഉത്തരം സി. ഗർഭിണിയുടെ. ചോദ്യം 5. അനേകരെ വഞ്ചിച്ചിട്ടുള്ളത് എന്ത്? എ. സ്വപ്നങ്ങൾ, ബി. ശകുനം, സി. മിഥ്യകൾ, ഡി. പ്രതീക്ഷകൾ. ഉത്തരം എ. സ്വപ്നങ്ങൾ. ചോദ്യം 6. വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നത് എവിടെ? എ. സത്യസന്ധമായ ചുണ്ടുകളിൽ, ബി. വിദ്യാസമ്പന്നനിൽ, സി. അനുഭവജ്ഞാനമുള്ളവനിൽ, ഡി. യാത്ര ചെയ്തിട്ടുള്ളവനിൽ. ഉത്തരം എ. സത്യസന്ധമായ ചുണ്ടുകളിൽ. ചോദ്യം 7. വളരെ കാര്യങ്ങൾ അറിയുന്നതാര്? എ. വിദ്യാസമ്പന്നൻ, ബി. അനുഭവസമ്പന്നൻ, സി. ദൈവഭക്തൻ, ഡി. വിവേകി. ഉത്തരം എ. വിദ്യാസമ്പന്നൻ. ചോദ്യം 8. അനുഭവസമ്പന്നൻ എപ്രകാരമാണ് സംസാരിക്കുക? എ. പ്രതീക്ഷകളോടെ, ബി. ജ്ഞാനത്തോടെ, സി. വിവേകത്തോടെ, ഡി. വ്യക്തതയോടെ. ഉത്തരം സി. വിവേകത്തോടെ. ചോദ്യം 9. ആരാണ് കഴിവുറ്റവൻ? എ. ദൈവഭക്തൻ, ബി. അനുഭവസമ്പന്നൻ, സി. യാത്ര ചെയ്തിട്ടുള്ളവൻ, ഡി. വിദ്യാസമ്പന്നൻ. ഉത്തരം സി. യാത്ര ചെയ്തിട്ടുള്ളവൻ. ചോദ്യം 10. മാരകമായ അപകടങ്ങളിൽ നിന്ന് പ്രഭാഷകനെ രക്ഷിച്ചത് എന്ത്? എ. സ്വപ്നം, ബി. ധൈര്യം, സി. അനുഭവജ്ഞാനം, ഡി. ദർശനങ്ങൾ. ഉത്തരം സി. അനുഭവജ്ഞാനം. ചോദ്യം 11. പൂരിപ്പിക്കുക. ദൈവഭക്തൻ്റെ ജീവൻ നിലനിൽക്കും. അവൻ്റെ പ്രത്യാശ അവൻ്റെ ഡാഷിൽ ആണ്. എ. ദൈവത്തിൽ, ബി. കർത്താവിൽ, സി. വചനത്തിൽ, ഡി. രക്ഷകനിൽ. ഉത്തരം ഡി. രക്ഷകനിൽ. ചോദ്യം 12. അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. ആര്? എ. ദൈവഭക്തൻ, ബി. ദൈവത്തെ ഭയപ്പെടുന്നവൻ, സി. വിവേകി, ഡി. കർത്താവിനെ ഭയപ്പെടുന്നവൻ. ഉത്തരം ഡി. കർത്താവിനെ ഭയപ്പെടുന്നവൻ. ചോദ്യം 13. ആരുടെ ആത്മാവാണ് അനുഗ്രഹീതമായത്? എ. അനുഭവസമ്പന്നൻ്റെ, ബി. വിദ്യാസമ്പന്നൻ്റെ, സി. ജ്ഞാനിയുടെ, ഡി. ദൈവഭക്തൻ്റെ. ഉത്തരം ഡി. ദൈവഭക്തൻ്റെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കാൻ ഓർക്കണേ. ചോദ്യം 14. ചൂടുകാറ്റിൽ കർത്താവ് എന്താണ്? എ. തണൽ, ബി. താങ്ങ്, സി. അഭയകേന്ദ്രം, ഡി. സംരക്ഷണം. ഉത്തരം സി. അഭയകേന്ദ്രം. ചോദ്യം 15. കർത്താവ് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് എങ്ങനെ? എ. സൗഖ്യം നൽകി, ബി. ജീവൻ നൽകി, സി. അനുഗ്രഹം നൽകി, ഡി. ആത്മാവിനെ ഉത്തേജിപ്പിച്ച്. ഉത്തരം ഡി. ആത്മാവിനെ ഉത്തേജിപ്പിച്ച്.
ചോദ്യം 16. ഏത് ബലിയാണ് പങ്കിലമായത്? എ. അന്യായ സമ്പത്തിൽ നിന്നുള്ളത്. ബി. നിയമനിഷേധകൻ്റെ. സി. ദൈവനിഷേധകൻ്റെ. ഡി. ദൈവഭക്തി ഇല്ലാത്തവൻ്റെ. എ. അന്യായ സമ്പത്തിൽ നിന്നുള്ളത്. ചോദ്യം 17. ആരുടെ കാഴ്ചകളാണ് സ്വീകാര്യമല്ലാത്തത്? എ. ഭോഷൻ്റെ. ബി. അവിവേകിയുടെ. സി. നിയമനിഷേധകൻ്റെ. ഡി. പാപിയുടെ. ഉത്തരം സി. നിയമനിഷേധകൻ്റെ. ചോദ്യം 18. ആരുടെ ബലികളിലാണ് അത്യുന്നതൻ പ്രസാദിക്കുകയില്ലാത്തത്? എ. പാപിയുടെ. ബി. ദൈവഭക്തി ഇല്ലാത്തവൻ്റെ. സി. ദൈവനിഷേധകൻ്റെ. ഡി. ഭോഷൻ്റെ. ഉത്തരം ബി. ദൈവഭക്തി ഇല്ലാത്തവൻ്റെ. ചോദ്യം 19. പിതാവിൻ്റെ മുമ്പിൽ വച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ് ആര്? എ. ദൈവഭക്തിയില്ലാതെ ബലിയർപ്പിക്കുന്നവൻ. ബി. അന്യായ സമ്പത്തിൽ നിന്ന് ബലിയർപ്പിക്കുന്നവൻ. സി. ദൈവഭയമില്ലാതെ ബലിയർപ്പിക്കുന്നവൻ. ഡി. ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ. ഉത്തരം ഡി. ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ. ചോദ്യം 20. ഏതാണ് രക്തച്ചൊരിച്ചിൽ? എ. ദരിദ്രൻ്റെ ആഹാരം അപഹരിക്കുന്നത്. ബി. അയൽക്കാരൻ്റെ ഉപജീവനമാർഗം തടയുന്നത്. സി. വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുന്നത്. ഡി. അന്യായ സമ്പത്തിൽ നിന്ന് സമർപ്പിക്കുന്ന കാഴ്ചകൾ. ഉത്തരം സി. വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുന്നത്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി. നമസ്കാരം.